തെലങ്കാനയിലെ കോൺഗ്രസ് മുന്നേറ്റത്തിനും ഭരണം പിടിച്ചെടുത്തതിനും ബി.ജെ.പിയുടെ പ്രശംസ. അതായത് KCR നേതൃത്വം നൽകിയ മുൻ BRS സർക്കാരിനെതിരെ തെലങ്കാന ഗവർണർ ബി.ജെ.പി മുൻ തമിഴ്നാട് അധ്യക്ഷ കൂടിയായ തമിഴിസൈ സൗന്ദരരാജൻ നടത്തിയ പരാമർശം വലിയ ചർച്ചാ വിഷയമാവുകയാണ്. വെള്ളിയാഴ്ച നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് സ്വയം മോചിതരായി എന്ന് പറഞ്ഞതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ബി.ജെ.പി നിയമിച്ച ഒരു ഗവർണർ പോലും കോൺഗ്രസ് ഭരണം ആഗ്രഹിച്ചു എന്നതാണ് ഇതിന്റെ സത്യം. രാജ്യത്തെ ബി.ജെ.പിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ തെലങ്കാനയിലെ ജനങ്ങൾ 10 വർഷത്തെ അടിച്ചമർത്തലിൽ നിന്ന് മോചിതരാകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്നും സ്വേച്ഛാധിപത്യ പ്രവണതകളിൽ നിന്നും തെലങ്കാന മോചിതമായിരിക്കുന്നു. ഒരടിച്ചമർത്തലും വെച്ചുകുറിപ്പിക്കില്ല എന്ന് ഈ ജനവിധി അടിവരയിടുന്നു. ഈ വിധി പൗരാവകാശങ്ങൾക്കും ജനാധിപത്യ ഭരണത്തിനും അടിത്തറ പാകും. അവരുടെ സന്ദേശം വ്യക്തവും ഉച്ചത്തിലുള്ളതുമാണ്. ജനങ്ങളുടെ കൂട്ടായ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുമാണ് ബി.ജെ.പി നേതാവായ ഗവർണർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗവർണർക്ക് മടുത്തുപോയ ഭരണമായിരുന്നു KCRന്റേത്. K. ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം എന്നും ശക്തമായിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഭരണം മാറിയിട്ടും മുൻ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ഗവർണർ വിമർശനം ഉന്നയിച്ചത്. KCRന്റെ ഭരണം തകർത്തു എന്ന് മാത്രമല്ല, KCRന്റെ ഓർമ്മകളിലുണ്ടായ ഒന്നും അവിടെ പാടില്ല എന്നതും രേവന്ത് റെഡ്ഡിക്കും നിർബന്ധമുണ്ടായതും ഗവർണർക്ക് വളരെ സന്തോഷമായി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് പ്രഗതി ഭവൻ എന്നത് മാറ്റി പ്രജാഭവൻ എന്നാക്കി മാറ്റിയിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുണ്ടായിരുന്ന ബാരിക്കേഡുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഉൾപ്പെടെ ഗവർണർ ഇന്നലെ തന്റെ പ്രസംഗത്തിൽ നന്നായി എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അങ്ങനെ ബി.ജെ.പി നേതാവിനെ പോലും സന്തോഷിപ്പിച്ച ഒരു ഭരണമാണ് രേവന്ത് റെഡ്ഡിയുടേത് തെലങ്കാനയിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് തെലങ്കാനയിൽ എത്തിയതിൽ അറിയാതെ ആനന്ദിച്ചു പോകുന്ന ബി.ജെ.പി നേതാക്കളും ഉണ്ടെന്നിവിടെ വ്യക്തമാവുകയാണ്.